ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക്, തൊഴിലിൻ്റെ മഹാത്മ്യം. ഡിഡ്ന്റ് യു സീ വർക്ക് ഡൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് രാമൂസ് ഹൗസ്? രാമുവിൻ്റെ വീട്ടിലെ ആളുകൾ ചെയ്യുന്ന തൊഴിലുകൾ നിങ്ങൾ കണ്ടില്ലേ? ഡസ് ദ സെയിം പേഴ്സൺ ഡു ഓൾ ജോബ്സ്? ഒരാൾ തന്നെയാണോ എല്ലാ ജോലിയും ചെയ്യുന്നത്? ലുക്ക് അറ്റ് വാട്ട് രാമൂസ് ഫാദർ ഈസ് ഡൂയിങ്. രാമുവിൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ഹീ ഈസ് റിമൂവിങ് ദ ഡസ്റ്റ് ആൻഡ് കോബ് വെബ്സ് ഹാങ്ങിങ് ഓൺ ദ വോൾസ് ആൻഡ് റൂഫ്. വോളിലും റൂഫിലൊക്കെ ഉള്ള പൊടിയും അതുപോലെ തന്നെ എട്ടുകാലി വലയും എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. ദെൻ വാട്ട് ഈസ് ഹി സിസ്റ്റർ ഡൂയിങ്? സിസ്റ്റർ എന്താണ് ചെയ്യുന്നത്? ഷീസ് വാഷിംഗ് ക്ലോത്ത്സ്, തുണി അലക്കുന്നു. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ഷീസ് ക്ലീനിങ് ഫിഷ്, മത്സ്യം നന്നാക്കുന്നു. വാട്ട് ഈസ് രാമു ഡൂയിങ്? രാമു എന്താ ചെയ്യുന്നത്? രാമു ഈസ് ക്ലീനിങ് ദ പ്ലേറ്റ്സ് ആൻഡ് വെസൽ. പ്ലേറ്റും പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കുന്നു. ഈസ് ഇറ്റ് ദ സെയിം ഇൻ യുവർ ഹൗസ് ടു? നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയാണോ? ഹൗ ഡു യു ഹെൽപ്പ് യുവർ പാരൻസ് ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്? വീട്ടുജോലിയിൽ നിങ്ങൾ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യാറുള്ളത്? ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടുജോലി. നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ഐ ക്ലീൻ ദ സറൗണ്ടിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഐ ക്ലീൻ ദ സറൗണ്ടിങ്സ്. പിന്നെയോ അറേഞ്ച് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ബുക്കും ന്യൂസ് പേപ്പറും ഒക്കെ അറേഞ്ച് ചെയ്ത് അടുക്കി വെക്കും. പിന്നെയോ ഐ ഫെച്ച് വാട്ടർ. വെള്ളം കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളവർ അത് എഴുതാം. ഐ അയേൺ ക്ലോത്ത്സ്. അയൺ ചെയ്യാറുണ്ട്, ഇസ്തിരി ഇടാറുണ്ട്. പിന്നെയോ ഐ വാട്ടർ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഫ്രം നൗ ഐ വിൽ ഹെൽപ്പ് മൈ മദർ ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്. ഇനി മുതൽ വീട്ടുജോലിയിൽ ഞാൻ അമ്മയെ സഹായിക്കും. ലൈക്ക് എനി അതർ ഒക്യുപ്പേഷൻ, ഹൗസ് ഹോൾഡ് വർക്ക് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ള തൊഴിലുകളെ പോലെ വീട്ടുജോലികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഡു ഇറ്റ് ടുഗദർ. കുടുംബാംഗങ്ങൾ ചേർന്ന് വീട്ടുജോലികൾ ചെയ്യുന്നതാണ് ഉത്തമം. ലെറ്റ് us say, ഞങ്ങൾ പറയട്ടെ. മൈ ഫാദർ ഈസ് എ ഗുഡ് ഫാമർ. ഐ ടു ഷോൾ ബിക്കം എ ഗുഡ് ഫാമർ ലൈക്ക് മൈ ഫാദർ. അച്ഛനെ പോലെ ഞാനും നല്ലൊരു കൃഷിക്കാരനാകും. ഐ ലൈക്ക് ടു ബിക്കം എ ഗുഡ് ടീച്ചർ. നല്ലൊരു അധ്യാപികയാവാനാണ് എനിക്ക് ഇഷ്ടം. ഐ ഷാൽ ട്രൈ ടു ഗിവ് ഗുഡ് ലെസൺസ് ടു എ ലോട്ട് ഓഫ് ചിൽഡ്രൻ. കുറേ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ഐ ഷാൽ ബിക്കം എ ഗുഡ് ബിസിനസ്മാൻ. ഞാൻ നല്ലൊരു കച്ചവടക്കാരനാകും. മൈ ഷോപ്പ് വിൽ ഹാവ് ഓൾ പ്രോഡക്ട്സ് ഫോർ ദ പീപ്പിൾ ഓഫ് മൈ ലൊക്കാലിറ്റി. എൻ്റെ നാട്ടുകാർക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റെ കടയിൽ ഉണ്ടാവും. ഐ ലൈക്ക് സോൾജേഴ്സ് ഹൂ പ്രൊട്ടക്റ്റ് അവർ കൺട്രി. നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാരെ എനിക്ക് ഇഷ്ടമാണ്. മൈ വിഷ് ഈസ് ടു ബിക്കം എ സോൾജർ. പട്ടാളക്കാരനാവാനാണ് എനിക്ക് ഇഷ്ടം. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ട്രീറ്റിംഗ് പുവർ പേഷ്യൻസ്. പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ എനിക്ക് താല്പര്യമാണ്. ഐ വിൽ ഷുവർലി ബിക്കം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആകും. തീർച്ച. ഷുവർലി മീൻസ് തീർച്ചയാണ്. ഐ ലൈക്ക് ടു ബിക്കം എ ബസ് ഡ്രൈവർ ഹൂ ടേക്സ് ഹിസ് passengers to safe destinations without any danger. I like to become a bus driver. ഒരു ബസ് ഡ്രൈവർ ആകാനാണ് എനിക്ക് ഇഷ്ടം. Who takes his passengers to safe destinations without any danger. അതായത് അപകടമൊന്നും വരുത്താതെ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു സമർത്ഥനായ ബസ് ഡ്രൈവർ ആവാനാണ് എനിക്ക് ഇഷ്ടം. Did you read about different occupations? വിവിധ ഒക്യുപ്പേഷനെ കുറിച്ച് നിങ്ങൾ വായിച്ചത് കേട്ടില്ലേ? ഡോണ്ട് യു ഹാവ് എ ഡിസയർ ടു ഗെറ്റ് ആൻ ഒക്യുപ്പേഷൻ? നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു
ഈ ഒക്യുപ്പേഷൻ തൊഴിൽ ചെയ്യാൻ ആഗ്രഹമില്ലേ? വിച്ച് ഒക്യുപ്പേഷൻ ഡു യു ലൈക്ക് മോസ്റ്റ്? ഏതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൊഴിൽ? ആൻഡ് വാട്ട് അബൌട്ട് മീ? അപ്പം നിങ്ങൾ ഏതാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പോലീസ് ഓഫീസർ ആവാനാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ടു കീപ്പ് ദ ലോ ആൻഡ് ഓർഡർ, മൈ വിഷ് ഈസ് ടു ബിക്കം എ പോലീസ് ഓഫീസർ. ഇനി നിങ്ങൾക്കൊരു അഗ്രികൾച്ചറൽ ഓഫീസർ, കൃഷി ഓഫീസറാണ് ആവേണ്ടതെങ്കിൽ എങ്ങനെ എഴുതാം? ടു എൻഷുർ അവർ ഫുഡ് സേഫ്റ്റി, ഐ വിഷ് ടു ബിക്കം ആൻ അഗ്രികൾച്ചറൽ ഓഫീസർ. Whatever be the occupation chosen, it should be done well. ഏത് തൊഴിലാണ് നമ്മൾ തിരഞ്ഞെടുത്തത് എങ്കിലും അത് ഭംഗിയായിട്ട് ചെയ്യണം. എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ആർ എസെൻഷ്യൽ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഒക്യുപ്പേഷൻസ്. കഴിവും പരിചയവും, എബിലിറ്റി കഴിവ്, ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പരിചയവും എസെൻഷ്യൽ ആവശ്യമാണ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ഒക്യുപ്പേഷൻസ്. ഏത് ജോലിയായാലും എല്ലാത്തരം തൊഴിലുകൾക്കും കഴിവും പരിചയവും ആവശ്യമാണ്. എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ആർ എസെൻഷ്യൽ, വളരെ ആവശ്യമാണ്. ഓൾ ഒക്യുപ്പേഷൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ തൊഴിലിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. നോ ദാറ്റ് എനി ഒക്യുപ്പേഷൻ വി ഡു ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വർക്ക് അക്കോർഡിംഗ്ലി. അതായത് നാം ചെയ്യുന്ന ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് നമ്മൾ അറിയണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഓൾ ഒക്യുപ്പേഷൻസ് ആർ ഗ്രേറ്റ്, ലെറ്റ് us റിയലൈസ് ദാറ്റ്. എല്ലാ തൊഴിലും മഹത്വമുള്ളതാണ്, നമ്മളത് തിരിച്ചറിയണം. ലെറ്റ് us അസസ്, വിലയിരുത്താം. ചൂസ് ദ ഓഡ് പെയർ ഔട്ട്, കൂട്ടത്തിൽപ്പെടാത്ത ജോഡിയെ തിരഞ്ഞെടുക്കുക. എ ചിസൽ സോഡ്, ഉളി വാൾ. ബി പ്ലോ സ്പേഡ്, കലപ്പ മൺവെട്ടി. സി സ്വിങ് മെഷീൻ സിസേഴ്സ്, തയ്യൽ മെഷീനും കത്രികയും. ദെൻ ഡ്രൈവർ മെക്കാനിക്. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഇത് നമുക്കറിയാം കൃഷിക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലേ. കലപ്പയും കൈക്കോട്ടും അല്ലെങ്കിൽ തൂമ്പ എന്ന് പറയും. അത് നമുക്ക് മൺവെട്ടി, അത് നമുക്ക് കൃഷിക്ക് ഉള്ളതാണ്, അതിൻ്റെ കൂടെ പെടുന്നതാണ്. അതുപോലെ തന്നെ സ്വിങ് മെഷീൻ, തയ്യൽ മെഷീന് കത്രിക, അതിന് ആവശ്യമുള്ള ഒരു കൂടെ ആവശ്യമുള്ള മറ്റൊരു ഉപകരണമാണ് സിസേഴ്സ്. അതുപോലെ തന്നെ ഡ്രൈവറും മെക്കാനിക്കും. എന്നാൽ ഉളിയും വാളും ബന്ധമുള്ളതാണോ? ചിസലിൻ്റെ കൂടെ നമുക്ക് ഹാമർ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഓഡ് വൺ ഏതാണ്? എ ആണ്. ഏതാണ്? ചിസൽ ആൻഡ് സോഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ? നെൽകൃഷിയുടെ ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹാർവെസ്റ്റ്, കൊയ്ത്ത്. റൈസ് ബിസിനസ്, അരിക്കച്ചവടം. ത്രഷിംഗ്, കറ്റമെതിക്കൽ. സീഡ്ലിംഗ്, പ്ലാന്റിംഗ്. ഞാറ് നടൽ. ഇതിൽ ഏതാണ് നെൽകൃഷിയുമായിട്ട് ബന്ധമില്ലാത്തത്? റൈസ് ബിസിനസ്, അരിക്കച്ചവടം നെൽകൃഷിയുടെ ഒരു ഘട്ടം അല്ല. A newly built hospital with all facilities has started functioning in Ramu's village. അപ്പോൾ രാമുവിൻ്റെ നാട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള പുതുതായി പണി കഴിപ്പിച്ച ഒരു ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്, തുടങ്ങിക്കഴിഞ്ഞു. ടാബുലേറ്റ് ദ സർവീസ് ഈച്ച് വൺ ഷുഡ് ഡു ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തനം നടക്കണമെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പട്ടികപ്പെടുത്തണം. വർക്ക്, ഏതെല്ലാം വർക്കാണുള്ളത്, അവർ ചെയ്യുന്ന സർവീസ് എന്താണ്. അപ്പോൾ എന്തെല്ലാം നമുക്ക് എഴുതാൻ പറ്റും? ഡോക്ടർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡോക്ടർ ചെയ്യുന്ന സർവീസ് എന്താണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ദെൻ നമുക്ക് എഴുതാം നേഴ്സ് ഉണ്ടാവും. നേഴ്സ് എന്താ ചെയ്യുക? കെയറിങ് ആൻഡ് നേഴ്സിംഗ് ഓഫ് പേഷ്യൻ്റ്, രോഗികളെ ശുശ്രൂഷിക്കുന്നു. പിന്നെ ആരുണ്ടാവുക? സ്വീപ്പർ ഉണ്ടാവും അല്ലേ, അടിച്ച് ഒക്കെ വൃത്തിയാക്കുന്ന. അവർ എന്താ ചെയ്യുന്നത്? സ്വീപ്പർ എന്താ ചെയ്യുക? ക്ലീനിങ് നടത്തുന്നു. പിന്നെ ആരൊക്കെ ഒരു ഹോസ്പിറ്റലിൽ വേറെ ആരൊക്കെ ഉണ്ടാവാറ്? നമുക്ക് എഴുതാം ഫാർമസിസ്റ്റ് ഉണ്ടാവും. ഫാർമസിസ്റ്റ് എന്താണ് ചെയ്യുക?
ഗിവ്സ് ദ മെഡിസിൻ നോട്ടഡ് ബൈ ദ ഡോക്ടർ ടു പേഷ്യൻസ്. അപ്പോൾ ഡോക്ടർ എഴുതി കൊടുത്ത ആ മരുന്നിൻ്റെ ചീട്ടില്ലേ, ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ മരുന്ന് മെഡിസിൻസ് കൊടുക്കുന്ന ആളാണ് ഫാർമസിസ്റ്റ്. പിന്നെ ആരുണ്ടാവുക? സെക്യൂരിറ്റി പേഴ്സൺ ഉണ്ടാവും അല്ലേ. ഹെൽപ്സ് ദ ഡ്രൈവേഴ്സ് ടു പാർക്ക് ദ വെഹിക്കിൾസ്. പാർക്ക് ചെയ്യാൻ വണ്ടികളൊക്കെ നിർത്തിയിടാനൊക്കെ നമുക്ക് എവിടെയാണ് നിർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ ഒരു സെക്യൂരിറ്റി പേഴ്സണെ കാണാറുണ്ട്. പിന്നെ ആരെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഡ്രൈവർ ഉണ്ടാവാറുണ്ട് അല്ലേ. ഹോസ്പിറ്റലിൽ ഡ്രൈവർ ഉണ്ടാവും. ഡ്രൈവർ എന്താ ചെയ്യുക? ഗിവ്സ് ട്രാവൽ ഹെൽപ്പ് ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഡ്രൈവർ ഉണ്ടാവും അല്ലേ, വണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഉണ്ടാവും. അങ്ങനെ പിന്നെയും ഉണ്ട് ഒരുപാട്. നമുക്ക് എന്താ എഴുതാം? ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാവും ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ. വാഷർമാൻ ഉണ്ടാവും. വാഷർമാൻ എന്താ ചെയ്യുക? ക്ലീൻസ് ദ ബെഡ്ഷീറ്റ് ആൻഡ് അതർ ടെക്സ്റ്റൈൽ ഐറ്റംസ് ഇൻ ദ ഹോസ്പിറ്റൽ. ബെഡ്ഷീറ്റും അതുപോലെ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഓരോ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യും. സപ്പോസ് there are no workers to repair vehicles in your place. അതായത് നിങ്ങളുടെ പ്രദേശത്ത് വാഹനം നന്നാക്കുന്ന തൊഴിലാളികൾ ആരും ഇല്ല എന്ന് കരുതുക. then what will be the difficulties faced by the people there? അങ്ങനെയെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഉണ്ടാവുക? എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടാവുക? വെഹിക്കിൾസ് വിൽ നോട്ട് റൺ അറ്റ് ദ റൈറ്റ് ടൈം. അതായത് നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് വണ്ടി ഓടിച്ച് വേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കില്ല. വി വിൽ ഹാവ് ടു ബ്രിങ് മെക്കാനിക് ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസസ്. നമുക്ക് മെക്കാനിക്കിനെ ഡിസ്റ്റൻറ്റ് പ്ലേസസ് നിന്നും ദൂര സ്ഥലത്ത് നിന്നും കൊണ്ടുവരേണ്ടതായി വരും. ബ്രിങ് മെക്കാനിക്ക്, ദൂര സ്ഥലത്ത് നിന്നും മെക്കാനിക്കിനെ ബ്രിങ് ചെയ്യേണ്ടതായി വരും, കൊണ്ടുവരേണ്ടതായിട്ട് വരും. ദർ വിൽ ബി വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം പാഴാവും. വി വിൽ ഹാവ് ടു സ്പെൻഡ് മോർ മണി. അതുമാത്രമല്ല നമ്മൾ ദൂര സ്ഥലത്തു നിന്ന് ആളെ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് അധികം പൈസയും ചിലവാകും. സമയനഷ്ടവും പൈസയും ചിലവാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് എത്തിച്ചേരാനും സാധിക്കില്ല.